ഞങ്ങൾ അന്നേ പറഞ്ഞു, സമസ്തനെ ലീഗിന്റെ ആലയിലും കെട്ടിയിട്ടില്ല, ലീഗിനൊട്ട് സമസ്തന്റെ ആലയിലും കെട്ടിയിട്ടില്ല. കാരണം ഇത് മറ്റൊന്നിന്റെ ആലയിൽ ഇത് കൊള്ളൂല, കെട്ടാൻ കോലല്ല. രണ്ടിന്റെയും പ്രവർത്തന മേഖല രണ്ടാണ്, രണ്ടിന്റെയും സഞ്ചാര പദം രണ്ടാണ്. ഇപ്പൊ കണ്ടോ, ജനകീയ ആസൂത്രണത്തിനെ കുറിച്ച് ലീഗ് എന്തൊക്കെ അഭിപ്രായം പറയുന്നത്? സമസ്ത മുഷാവറ ഇതുവരെ ജനകീയ ആസൂത്രണത്തെ പറ്റി മുണ്ടിയിട്ടില്ല, സമസ്തയിൽ ഇടപെടുന്നില്ല. കാരണം സമസ്തന്റെ അജണ്ടയിൽ അതില്ല. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ. അതായത് രണ്ടിന്റെയും പ്രവർത്തന മേഖല രണ്ടാണ്, രണ്ടിന്റെയും സഞ്ചാര പദം രണ്ടാണ്. ഉദാഹരണം, കാറും ലോറിയും ബസ്സും ജീപ്പും ഒക്കെ റോട്ടിലൂടെ സഞ്ചരിക്കുന്നു, ട്രെയിനും ഗൂഡ്സും ഒക്കെ റെയിൽപാളത്തിലൂടെ സഞ്ചരിക്കുന്നു. രണ്ടിന്റെയും സഞ്ചാര പദം രണ്ടാണ്. എന്നാൽ ചില ക്രോസിംഗിലൊക്കെ ഒരു ഭാഗത്തുണ്ടാവും, അത് തട്ടിമുട്ടാതിരിക്കാനുള്ള ഏർപ്പാടും ഉണ്ടാവും. രണ്ടിന്റെയും സഞ്ചാര പദം രണ്ടാണ്. അതിനിടയിൽ ഒരു മൊയിലേര് വന്നിട്ട് പറഞ്ഞു, കൂട്ടരെ തീവണ്ടി ഇതാ റോട്ടിൽ കൂടി പോണു പറഞ്ഞു. അപ്പൊ ഇത് പോകൂലെന്നറിയാത്ത കുറച്ച് കുട്ടികൾ അല്ലാഹു അക്ബർ പറഞ്ഞു ഇയാളെ പിന്നാലെ പോയി. ഞങ്ങൾ അന്നേ പറഞ്ഞു തീവണ്ടി അങ്ങനെ റോട്ടിൽ കൂടി പോകൂല, ലീഗ് അങ്ങനെ സമത്വ ആവൂല, സമത്വട്ട് ലീഗും ആവൂല. ഇത് രണ്ടും രണ്ടാണ്, രണ്ടിന്റെയും സഞ്ചാര പദം രണ്ടാണ്, പ്രവർത്തന മേഖല രണ്ടാണ്. അതുകൊണ്ട് ഒന്നിനെ മറ്റൊന്നിന്റെ ആലയിൽ തളച്ചു എന്ന് പറഞ്ഞ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നതിലുപരി വിവരദോഷവും കൂടിയാണ്. മണ്ടത്തരത്തിനുള്ള നോബൽ സമ്മാനം ഇങ്ങനെ ആരോപിച്ചവർക്ക് നാം ശുപാർശ ചെയ്യുന്നു, അവർക്ക് കൊടുക്കാവുന്നതാണ്. രണ്ടാണ്. എന്നാൽ പിന്നെ സമത്വ നേതാക്കളിൽ ചിലർക്ക്, പ്രവർത്തകരിൽ പലർക്കും ദ്വയാംഗത്വമുണ്ട്. ഒരേ സമയത്ത് ലീഗിലും സമത്വയിലും അംഗത്വമുണ്ട്. നമ്മളത് നിഷേധിക്കണില്ല, മുമ്പും നിഷേധിച്ചിട്ടില്ല, ഇപ്പോഴും നിഷേധിക്കണില്ല. നേതാക്കളിൽ ചിലർക്ക്, പ്രവർത്തകരിൽ പലർക്കും ദ്വയാംഗത്വമുണ്ട്. മർഹൂം ബാഫഖി തങ്ങള്, പൂക്കോയ തങ്ങള്, നബറല്ലാഹു തആല മർഖദഹുമ ആമീൻ, ഇവർ രണ്ടുപേർക്കും ഒരേ സമയത്ത് ലീഗിലും സമത്വയിലും അംഗത്വവും നേതൃത്വവും ഉണ്ടായിരുന്നു. ബാഫഖി തങ്ങൾ ലീഗിന്റെ അധ്യക്ഷനും സമത്വയുടെ ഖജാൻജിയും ആയിരുന്നു. പൂക്കോയ തങ്ങൾ ലീഗിന്റെ അധ്യക്ഷനും സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷനും ആയിരുന്നു. ഒരേ സമയത്ത് ദ്വയാംഗത്തുള്ള നേതാക്കളാണ്. എന്നെ പോലുള്ള പല പ്രവർത്തകർക്കും ദ്വയാംഗത്വമുണ്ട്, നമ്മൾ നിഷേധിക്കണില്ല. അതാണ് നേതാക്കളിൽ ചിലർക്ക്, പ്രവർത്തകരിൽ പലർക്കും ദ്വയാംഗത്വമുണ്ട്. ഈ ദ്വയാംഗത്വമാകട്ടെ ഈ പുറത്താക്കപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ സമത്വയെ വിമർശിക്കുന്ന ആളുകൾ സമത്വയുടെ വയസ്സും ജോയിന്റും ഒക്കെ ആകുന്ന കാലത്തും ഉണ്ടല്ലോ. ബാഫഖി തങ്ങൾക്ക് ദ്വയാംഗത്വം ഉണ്ടാകുമ്പോൾ ഇവർ വിമർശനം കൂടാതെ സമത്വയെ അംഗീകരിച്ച് സമത്വയോടൊപ്പമുണ്ട്. പൂക്കോയ തങ്ങൾക്ക് ദ്വയാംഗത്വം ഉണ്ടാകുമ്പോൾ ഇവർ സമത്വയെ വിമർശിക്കാതെ സമത്വയോടൊപ്പമുണ്ട്. പിന്നെ പിൽക്കാലത്ത് ഈ പേരിൽ വിമർശിക്കേണ്ടതുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ വിമർശനം അടിസ്ഥാനരഹിതവും അതിലുപരി വിവരദോഷവും, അങ്ങനെ ആക്ഷേപിക്കേണ്ടതില്ല. പിന്നെ കേരളത്തിലെ അല്ലെങ്കിൽ മലബാറിലെ മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലും ഏതൊരു മതസംഘടനയിലുമാണോ സ്വാഭാവികമായും അവർക്ക് ഈ രണ്ട് സംഘടനയോടും അനുഭാവം ഉണ്ടാകും, കൂടുതൽ ഉണ്ടാകുമ്പോൾ. അങ്ങനെ വന്നുപോയി. ആ സംഘങ്ങൾക്കിടയിൽ പരസ്പരം സ്പർദ്ധ ഉണ്ടാക്കേണ്ടത് മുസ്ലിം വിരോധികളുടെ ആവശ്യമാണ്. ഭൂരിപക്ഷം വരുന്ന സമുദായത്തില്, മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷത്തിനിടയിൽ സ്പർദ്ധ ഉണ്ടാക്കേണ്ടത് മുസ്ലിം താൽപര്യക്കാരുടെ ലക്ഷ്യമല്ല, മുസ്ലിം വിരോധികളുടെ ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ ലീഗും സമത്വയും അനാവശ്യമായ ഒരു സംഘർഷത്തിലേക്ക് വരാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞാൻ പറയാൻ മടിക്കുന്നില്ല, അനാവശ്യമായൊരു സംഘർഷം ആവശ്യമല്ല. എന്തുകൊണ്ട്? നമ്മുടെ മദ്രസയെ, നമ്മുടെ ദർസിനെ, നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളെ, ഇസ്ലാമികമായ അഭിവൃദ്ധിയെ അത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ആലയിൽ കെട്ടിയത് കൊണ്ടല്ല, പിന്നെ സമൂഹത്തിന്റെ മൊത്തമായ നന്മ മനസ്സിൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചതുകൊണ്ടാണ്. ആത്മാർത്ഥത ആരെങ്കിലും ചോദ്യം ചെയ്യുന്നെങ്കിൽ
ദൈവം അവർക്ക് മാപ്പ് കൊടുക്കട്ടെ.